ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് കുഞ്ചൂസ് ഡ്രീം വേൾഡ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ഏട്ടൻ്റെ വീട്ടിലേക്ക് വന്നേട്ടോ. അപ്പോൾ ഏട്ടൻ പോയതിന് ശേഷം ഏട്ടൻ്റെ വീട്ടിലേക്ക് വന്നിട്ടേ ഉണ്ടായില്ല. അപ്പോൾ ഇന്ന് ഞാനും അമ്മയും കൂടെ ഏട്ടൻ്റെ വീട്ടിലേക്ക് വന്നൊരു കുഞ്ഞും വീഡിയോ കേട്ടോ. കുറച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ നമ്മളിവിടെ ഉള്ള നിൽക്കുന്ന സമയത്ത് അലക്കുമെല്ലാം ചെയ്യുന്നൊരു സ്ഥലമാണ് കേട്ടോ, പുഴ. അപ്പം നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പണ്ട് മരമൊക്കെ വലിച്ച് കയറ്റുന്നതൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ. അത് ഇവിടെ നിന്നാണ് എടുത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ, ബാ. അപ്പോൾ നമ്മൾ വന്നിട്ട് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഈ ബബ്ലൂസ് നാരങ്ങേൻ്റെ ഓർമ്മ വന്ന്. അപ്പോൾ ഇത് പറിക്കാൻ വേണ്ടിയിട്ട് പോവായിരുന്നു. അപ്പോൾ ഒന്ന് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. നോക്കുമ്പോൾ അത് മോശമായതായിരുന്നു കേട്ടോ. അപ്പം നമ്മളെ പപ്പ പറിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പപ്പ വലിയ കൊക്കയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ കൊണ്ട് എത്തുവാ. ഓ, അതാ അങ്ങ് മേലെ ഒന്ന് വലിയതുണ്ട്, അത് എത്തൂല കേട്ടാ. അയ്യോ ഗൈസ്, ഇവിടെ ഒരു പുഴയുണ്ട്. ഞാൻ അവിടെ പോയി നോക്കിയിട്ട് വരാം. കൊള്ളി എത്തുന്നില്ല പറിക്കാൻ, ഒന്നും കൂടി എടുത്തിട്ട് വരേണ്ടി വരും. ഫുൾ കാട്, നല്ല രസമാണ് ഈ സ്ഥലം. നല്ല അടിപൊളി വെള്ളമെല്ലാം ഉണ്ടാകുന്നുണ്ട്. ഇങ്ങ് മേലെ വരെ വെള്ളം ഉണ്ടാവും. അപ്പോൾ പിന്നെ വെള്ളമെല്ലാം വറ്റിയൊരു ടൈമല്ലേ, കല്ലെല്ലാം അങ്ങ് എത്തി. ആ കല്ലെല്ലാം ഇത് ഇവിടെ ഉണ്ടാകുന്ന കല്ല. ആ കല്ല് ഉണ്ടാ നല്ല ഭംഗിയിലാണേ. ഫുള്ള് വെള്ളം ഉണ്ടാവും. ഈശ്വരാ, ഇപ്പം വെള്ളമൊന്നുമില്ല. ഫുള്ള് കൈതയും. ഈ കൈത കൊത്തിയിട്ടാന്ന് മറ്റേ കൈത ചമ്മണ്ടി പോവുക. നമുക്ക് നല്ല വെള്ളാട്ടാ ഉണ്ടേ. നല്ല തണുപ്പൻ്റെ മോ, അടിപൊളി. ഇപ്പോൾ അലക്കുന്നതെല്ലാം ഇവിടുന്ന് അലക്കുകയും കുളിക്കുകയും എല്ലാം ചെയ്യും കേട്ടോ. ഇവിടുന്ന് നമുക്കിനി അത് ചെന്ന് നോക്കാം, കിട്ടുമോ എന്തോ, പറിക്കാൻ പറ്റുമോ. രണ്ടാമത് തോട്ടിയെല്ലാം കെട്ടി കേട്ടോ, ഏച്ചം കൂട്ടി. എല്ലാമേ അങ്ങനല്ലേ പറയാ. വലുതുണ്ടേനോ? ഇതൊന്നേരം ആടിക്കളിക്കൂലേ ഇത്? ഈ കൊള്ളി 3 എണ്ണമെല്ലാം ആയതുകൊണ്ട് ഓഹോ ആ. അപ്പം നമ്മൾ ഇതാ ബബ്ലൂസ് നാരങ്ങ പറിക്കുകയും ചെയ്തു, ഒന്ന് മുറിച്ച് കഴിച്ചോക്കുകയും ചെയ്തു കേട്ടോ. പക്ഷേ ചെറുതാണെങ്കിലും പിങ്ക് കളർ വന്നിട്ടുണ്ട്. അതായത് ഇത് പിങ്ക് കളർ തന്നെയാണ് ഉള്ളിൽ, പക്ഷേ നല്ല കയപ്പായിരുന്നു ഗൈസ്. പിന്നെ അതൊക്കെ പറിച്ച് ചാക്കിലാക്കി നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. ഇപ്പോൾ വീടിൻ്റെ വേക്ക് വശത്ത് ഇങ്ങനെ ഒരു ചാമ്പ മരം ഉണ്ട് കേട്ടോ. നിറയും ചാമ്പൊക്കെയാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പറിച്ച് കഴിച്ചു. പിന്നെ ഇത് പ്രാന്ത് പിടിച്ച പോലെ ചിലിമ്പിക്കും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം ചിലിമ്പിക്കും ഒക്കെ ഇങ്ങനെ കുറേ ഇതൊക്കെ അത് വയലുപുളി പൊട്ടിയിട്ട് ശരണമില്ലായില്ല. പിന്നെ ഇത് കണ്ടോ, പണ്ടാരോ ഇങ്ങനെ ചെയ്തു വെച്ചത്. ഇപ്പം അതിൻ്റെ ഉള്ളിലൂട്ടിയാണ് കേട്ടോ ആ സാധനം വരുന്ന കയറ്. അപ്പോൾ ഇതങ്ങനെ ആ ചിലിമ്പീൻ്റെ തൈ പൊടിച്ചത് പപ്പ ഇങ്ങനെ ചാക്കിനകത്ത് കുഴിച്ചിട്ട് അതിപ്പോൾ 1.5 വർഷത്തോളമായി. ഇത്രയും വലുതായി കേട്ടോ. അപ്പോൾ പപ്പേൻ്റെയും അമ്മേനെയും കുറേ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇങ്ങനെ വെറുതെ വീഡിയോ എടുത്തത്. ഇത് നിത്യവൈദ്യനയാട്ടോ, ചെറിയ തൈയാണ്. അതിൻ്റെ അകത്ത് 2 നിത്യവൈദ്യനയുടെ കായ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കണ്ട 2 എണ്ണം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇതുവരെ കഴിക്കാത്തൊരു സാധനം കേട്ടോ ഇത്. പിന്നെ ഇത് ഈ മാവ് മറിയും കുമ്പളങ്ങയാണ്, മരുന്ന് കുമ്പളങ്ങയില്ലേ, കുഞ്ഞധികം വലുതാകാത്ത ആ സംഭവം. ഇത് 2 സാധനമുണ്ട്. എന്താണെന്നറിയോ, നിത്യവൈദ്യനയും പിന്നെ ചുവന്ന കാണുന്നത് എന്തോ ഒരു ചീരയാട്ടോ. അതിൻ്റെ തളിരിങ്ങനെ പൊട്ടിച്ചിട്ട് വറക്കും. അങ്ങനെ ഇത് അടുക്കളയിലേക്ക് വന്ന അമ്മ ഇതാ നിത്യവൈദ്യന ഇങ്ങനെ മുറിച്ചിടലാട്ടോ, വറവാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുന്നതാണ്, കണ്ടിട്ടുമില്ല എന്ന് കേട്ടോ. ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട് ഈ നിത്യവൈദ്യന എന്നാന്ന്. അപ്പോൾ അമ്മ ഇങ്ങനെ ആക്കുന്ന സമയത്ത് ഞാൻ കരൾ വറക്കലായിരുന്നു കേട്ടോ. ആടെ ആരും കരൾ കൂട്ടൂല, ഞാനും ഏട്ടനല്ലാണ്ട് വേറെ ആരും ആടെ കരൾ കൂട്ടൂല കേട്ടോ. അപ്പോൾ അതിങ്ങനെ സെപ്പറേറ്റ് ഞാൻ കുരുമുളക് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് വറക്കുന്നതാണ്. അപ്പോൾ അമ്മ കുക്കറിനകത്ത് എന്തോ വെച്ചിട്ടുണ്ട്, സാമ്പാറിൻ്റെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ കുക്കറിൻ്റെ സംഭവം വേണ്ടി അതിൻ്റെ കുത്തി വെച്ചതാണ്. പിന്നെ കാമ്പ് വറവുണ്ട്. ഇത് കാച്ചിലാണ്, ചേമ്പാണ്. ചേമ്പിൻ്റെ കായല്ല, വിത്ത് പോലത്തെ സംഭവം കേട്ടോ. പിന്നെ അമ്മക്ക് ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ അരിഞ്ഞു കൊടുത്തു. അപ്പം അമ്മ എന്തോ പറഞ്ഞു കേട്ടോ, എന്താണെന്നറിയില്ല. ഇത് ഞാൻ ആക്കി വെച്ച ഇഞ്ചിപ്പച്ചടീൻ്റെ കൂട്ടാണ് കേട്ടോ, ഞാൻ അരച്ച് വെച്ചത്. ബാക്കിയൊക്കെ അമ്മ ചെയ്തോളൂ. ഇത് അമ്മ ചിക്കൻ കറി ആക്കി തരുന്നുണ്ട് നമുക്ക് സ്പെഷ്യലായിട്ട്. പിന്നെ ഇത് നിത്യവൈദ്യനങ്ങ വറവാക്കാൻ വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇത് നമ്മൾ ഫുഡ് കഴിക്കാൻ വെക്കാണ്. ഇലയൊക്കെ ഇട്ടിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ചോറുണ്ട്, സാമ്പാർ, ചിക്കൻ കറി, അതായത് നിത്യവഴുതനങ്ങൻ്റെ തോരൻ. വഴുതനങ്ങയുടെ ടേസ്റ്റ് ഒന്നല്ല കേട്ടോ. പിന്നെ പാർട്സ്, കൂമ്പ് വറവ്, പപ്പടം, അച്ചാറിൻ്റെ വെറൈറ്റിയാണ് കേട്ടോ. മത്തിപ്പുളി വരെ അച്ചാർ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ കൂട്ടിയിട്ടാണ് നമ്മളൊരു സദ്യ പോലെ കഴിക്കുന്നത്. പിന്നെ ഇഞ്ചി പച്ചടിയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അത് കഴിഞ്ഞ് നേരെ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് അവിടുന്ന് പപ്പ തന്നുവിട്ട സാധനങ്ങളാട്ടോ. കുമ്പളങ്ങ മേലേന്ന് പറിച്ചപ്പോൾ വീണിട്ട് പൊട്ടിയതാണ് കേട്ടോ അത്. അപ്പോൾ അത് ഒരു കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ചാമ്പക്ക, അത് കുറേ പറിച്ചിട്ടുണ്ട്, കുറേ തിന്ന്. പിന്നെ ഉള്ളത് അവിടെ ചക്ക പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു പീസ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ. അങ്ങനെ അത്, പിന്നെ ഈ വപ്ലൂസ് നാരങ്ങ, കയപ്പിൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. പിന്നെ വാട്ടുകപ്പയാണ് കേട്ടോ ഇത്, വാട്ടുകപ്പയും പിന്നെ വേറൊരു കൃഷ്ണക്കട്ടും കൂടി ഉണ്ടല്ലോ. ഇതൊക്കെ പപ്പ കെട്ടി ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ കെട്ടി തന്നെയാണ് കേട്ടോ അവിടെയുള്ള സാധനങ്ങളൊക്കെ മരുമോൾക്ക് വേണ്ടി. പിന്നെ ഇതെന്താണ്, ഇതും വാട്ടുകപ്പ തന്നെയാണെന്ന് തോന്നുന്നു. ഇത് രണ്ട് സൈസ് സാധനമാണ് കേട്ടോ. വാട്ടുകപ്പ 2 തരത്തിലാക്കി വെച്ചതാണ്. അപ്പോൾ അതിനകത്ത് മുരിങ്ങച്ചപ്പൊക്കെ കണ്ട, അതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞേട്ടാ. പിന്നെ ഇതെന്താണെന്നറിയാം, ഇതൊരു സൈസ് കൊണ്ടാട്ടാണ് കേട്ടോ. ഈ കുമ്പളങ്ങയുടെ തോലാണ് ഈ കൊണ്ടാട്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതെന്താണ്, നമുക്ക് അയച്ച് നോക്കാം കേട്ടോ, ഒരു മിനിറ്റ്. പിന്നെ ഇത് കപ്പ ചിപ്സാണ്. ചിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി കപ്പ വറുത്ത വാങ്ങുന്ന പോലത്തെ ഒരു ഇതല്ല. ഇത് ഒരു കുറച്ച് കട്ടിയായിട്ട് അധികം ക്രിസ്പിനെസ് വരും. പക്ഷേ അതൊരു പ്രത്യേകത സാധനം. ഇത് കൊണ്ടാട്ടാണ് കേട്ടോ, കുമ്പളങ്ങ കൊണ്ടാട്ടാന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴേക്ക് 7 മണിയായി കേട്ടോ. എന്നാൽ കാരണം എന്ന് വെച്ചാൽ നമ്മൾ 5 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിനി. എന്നിട്ട് ഇരുട്ടിക്കെത്തിയതിന് ശേഷം മറ്റേ നമ്മൾ എന്താ പറയുക, ഷുഹൈബ് എന്ന് പറയുന്ന അവരെ ഇതില്ലേ, എന്തോ മരിച്ച ദിവസം, രക്തസാക്ഷി ദിനം, അതിൻ്റെ റാലിയോ പ്രതിഷേധ റാലിയോ അങ്ങനെ എന്തെങ്കിലും കേട്ടോ. 2 മണിക്കൂർ ഞാനും അമ്മയും ബ്ലോക്കിലേരും. അപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.